ഇന്നത്തെ ചിന്താവിഷയം, എത്ര നാൾ കൂടുമ്പോഴാണ് വണ്ടി കഴുകേണ്ടത്? അതൊരു അത് ഒരു ചോദ്യമാണ്. അതാരും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ചിലരുണ്ടല്ലോ ദിവസം പൊടിയട്ടി തുടച്ച് വൃത്തിയാക്കി വെക്കുന്നവരുണ്ടാവും, ചിലർ ഒരു മാസം കൂടുമ്പോൾ കഴുകുന്നവരുണ്ടാവും. അപ്പോൾ ശരിക്കും എത്ര നാൾ കൂടുമ്പോഴാണ് വണ്ടി കഴുകേണ്ടത്? അത് കേൾക്കുമ്പോൾ നമ്മൾ തമാശയായിട്ട് തോന്നുന്ന ചോദ്യമാണ്. അതെ, പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതിനൊരു വ്യക്തമായിട്ടുള്ള ഉത്തരവുണ്ടോ? അതായത് നമുക്കൊരു ഏകദേശം ഇത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയല്ലേ. ചിലവര് ഒരിക്കലും വണ്ടി കഴുകത്തില്ല. അതായത് അവര് എന്താ പറയാ, അത് ഉപയോഗിച്ചോ അങ്ങനെ പോകുന്നവരുണ്ട്. അത് വേണ്ട, അത് വണ്ടി അത് ഉപയോഗിച്ചാൽ അത് വൃത്തിയാവണം അങ്ങനെയൊന്നും ഒരു മൈൻഡില്ല, അങ്ങനെയുള്ളവരുണ്ട്. ചിലവരെന്ന് പറഞ്ഞൊരു തുള്ളി പോലും പൊടിയാവാൻ സമ്മതിക്കാത്തവരുണ്ട്. അതായത് രാവിലെ വർക്കിന് കൊണ്ടുവന്ന് വീണ്ടും കഴുകി വെക്കും പിറ്റേ ദിവസത്തേക്ക് വേണ്ടി, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ചിലവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പൊടിയായി കഴിഞ്ഞാൽ കഴുകുന്നവരുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്ന മൂന്നാമത് പറഞ്ഞ കൂട്ടത്തിലാണ്. അതായത് അത്യാവശ്യം പൊടിയായി കഴിഞ്ഞാൽ ഭയങ്കര ഓവറല്ല, അത്യാവശ്യം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടാണ്, അപ്പോൾ ഞാൻ വണ്ടി കഴുകും. എന്നാലും എത്ര ദിവസം കൂടുമ്പോഴായിരിക്കണം ശരി? അതിലും എൻ്റെ ഇതാണ്, അങ്ങനെ ഒരു ദിവസം ഉണ്ടോ ശരിക്കും ഞാൻ ചോദിക്കുക. കാരണം നമ്മൾ വണ്ടി ഉപയോഗിക്കുന്ന അനുസരിച്ചിരിക്കും ഇതിന്, പിന്നെ നമ്മുടെ മെന്റാലിറ്റി പോലെ ഇരിക്കും. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് നമ്മൾ ദിവസവും വണ്ടി സോപ്പിട്ട് കഴുകിയുള്ള കുഴപ്പം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സോപ്പ് നമ്മുടെ വണ്ടികളിലെ അതായത് ഈർപ്പം എപ്പോഴും പിടിച്ചിരിക്കുകയും പിന്നെ ഇത് തുരുമ്പിക്കാനുള്ള കാരണമാവും. അതായത് നമ്മുടെ വണ്ടികളിൽ അതായത് ഒരു മറ്റേ കോട്ടിങ് ഉണ്ടാവില്ലേ. പക്ഷെ ഡെയിലി വണ്ടി കഴുകുന്ന ഒരു സോപ്പിട്ട് വണ്ടി കഴുകുമോ? ഞാനിത് പറയാൻ ഈ കാര്യം ചിന്തിക്കാനുള്ളായിരുന്നു. ഒരാളുടെ വീഡിയോ ഉണ്ട്, അവർക്ക് ഒരു ആഫ്രിക്കറ്റിന് എന്താണ് സാധനം വണ്ടിയുള്ള, അതിലിപ്പോൾ 2 വണ്ടി കാണിക്കുന്നത്. ഒന്ന് അങ്ങേരുടെ വണ്ടി, ഒന്ന് ഇയാളുടെ ഒരു സുഹൃത്തിൻ്റെ വണ്ടി. അതിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഡെയിലി എഴുതും, ഈ വീഡിയോ എടുത്ത ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആഴ്ച കൂടുമ്പോഴാണ് അല്ലെങ്കിൽ ചെളിയാവുന്ന സമയത്താണ് വണ്ടി കഴുകൽ. എന്നിട്ട് ആ വണ്ടിയുടെ എൻജിൻ്റെ സൈഡിൽ ഇതേപോലെ ഒരു ചെറിയൊരു പീസ് ഇങ്ങനെ കാണിച്ചിട്ട് അതിൻ്റെ തേയ്മാനം കാണിക്കും. ഡെയിലി കഴുകുന്നതും ഇത് കഴുകുന്നതും തമ്മിൽ ചെറിയ എന്തോ ഒരു മറ്റേ ഒരു സ്ട്രിപ്പ് പോലെ എന്തോ ഒരു എൻജിൻ്റെ സൈഡിലൊരു സാധനം. അപ്പോൾ അയാൾ ഇത് ദിവസവും നമ്മളിത് സോപ്പിട്ട് ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സോപ്പിൽ എന്തോ കെമിക്കലുകൾ നമ്മുടെ ഇതിനെ അതായത് ദ്രവിച്ച് കളയാനുള്ള സാധ്യതയുണ്ടെന്ന്. പക്ഷെ അപ്പോഴും ചോദ്യം ഇതാണ്, എല്ലാവരും പുള്ളിയുടെ വണ്ടിയിൽ ആ സാധനം കാണിക്കുമ്പോൾ ആ പീസ് അതേപോലെ ഇരിപ്പുണ്ട്. അല്ല, എല്ലാവരും ഡെയിലി സോപ്പിട്ട് കഴുകുന്നവരായിരിക്കില്ലല്ലോ, ചിലർ ചിലപ്പോൾ വെള്ളം കൊണ്ട് ആയിരിക്കുമല്ലോ. അപ്പോൾ ദിവസവും കഴുകിയോണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. ഇതെല്ലാം കണ്ടില്ലേ, ഇത് നമ്മുടെ ഒരു മെന്റാലിറ്റി പോലെ, നമുക്ക് എന്തിലാണ് സാറ്റിസ്ഫാക്ഷൻ അതേപോലെയാണ്. ഇപ്പോൾ പൊന്നം പറഞ്ഞ പോലെ ഡെയിലി കഴുകേണ്ട ആവശ്യമുണ്ടോ? ചിലർക്ക് ആവശ്യം ഉണ്ടാവും. കാരണം അവരുടെ നാടും അവരുടെ വണ്ടി ഓടുന്ന സ്ഥലം ആ ഒരു കണ്ടീഷനിലുള്ളതായിരിക്കും. ഇപ്പോൾ ഫുൾ ടൈം മഴ പെയ്യുന്ന, അല്ലെങ്കിൽ ഭൂരിപക്ഷം ആഴ്ചയിൽ ഒരു 3-4 ദിവസം മഴ പെയ്യുന്ന, മര്യാദയ്ക്ക് റോഡില്ലാതെ ചെളി പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലത്ത് കൂടെ വണ്ടി ഓടിക്കുന്ന ഒരാൾക്ക് വണ്ടി കഴുകണം. കാരണം എന്താ, കഴുകിയില്ലെങ്കിൽ ചെളി മൊത്തം പിടിച്ചിരുന്നിട്ട് ഇത് തുരുമ്പിക്കാൻ കാരണമാവും. അപ്പോൾ വണ്ടി വൃത്തിയാക്കണം. ഒരു നോർമൽ കാലാവസ്ഥയിലുള്ള ഒരാൾക്ക് ചിലപ്പോൾ എന്തായിരിക്കും, അയാളെ സംബന്ധിച്ച് ചിലവർക്ക് ഡെയിലി എഴുതുന്നെങ്കിൽ ചെറിയ സിറ്റിയിലൂടെ ഓടിച്ചിട്ട് പൊടിയും മണലൊക്കെ വണ്ടിയിലായിരിക്കണം, അത് കാണാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ തുടച്ചു കഴിഞ്ഞാൽ തീരാത്ത പ്രശ്നം ഉണ്ടാകത്തുള്ളൂ, അവരുടെ സാറ്റിസ്ഫാക്ഷൻ അത് കഴുകുമ്പോഴായിരിക്കും. ചിലവരെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇപ്പോൾ ബിസിനസ്സിനൊക്കെ പോകുന്നവർ ഇപ്പൊ കാർ വാഷിന്റെ നല്ല നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അപ്പൊ അവരൊരു ബിസിനസ് മീറ്റിങ്ങിനൊക്കെ പോകുന്നതിന് മുമ്പ് അവരുടെ വണ്ടി ഏറ്റവും ടിപ്പ്, കാരണം അത് അവരുടെ സ്റ്റാറ്റസിന് തരുന്നത് അവർ രാവിലെ വണ്ടി കഴുകി കൊണ്ടുപോയിട്ടാണ് പോകുന്നത്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തില് സാഹചര്യം വെച്ചാണ് നമ്മൾ കഴുകുന്ന കാര്യം തീരുമാനിക്കുന്നത്. ഇതാണ് നമ്മൾ ദിവസവും ഒരു വണ്ടി കഴുകുന്നോണ്ട്, അതായത് നമ്മൾ അതിനകത്ത് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തൊന്നും നേടുന്നില്ല. ഇല്ല, അങ്ങനെ ഒരിക്കലും പറയരുത്. ഞാൻ പറഞ്ഞില്ല, വീണ്ടും നമ്മൾ വെള്ളം ഈ സോപ്പും പാഴാക്കി കളയല്ലേ. ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം സാഹചര്യം വെച്ചാൽ നമുക്കത് കണക്കിലെടുക്കാം. ഞാനിപ്പോ ഇതിനെപ്പറ്റി ഒരു കാര്യമായ പഠനം നടത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ ഒന്നുകിൽ ഒന്നീ പറഞ്ഞ ഒരു കാര്യം ശരി, സാഹചര്യം നമ്മളെ അതായത് എൻവയോൺമെന്റ് അനുസരിച്ചിരിക്കും വണ്ടി ഇതാക്കുന്നത്. പക്ഷെ നമ്മളൊരു ശരാശരി ഒരാള് 2 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ചക്കുള്ളിൽ ഒരു വട്ടം കഴിയാൻ മതി. 4 ആഴ്ച ഒരു മാസമല്ല. എന്റെ ഒരു പേഴ്സണൽ, അതായത് അവിടെ ഇത് ഞാൻ പറഞ്ഞുതരാം. അതായത്
അതാണ് ഒരു ആവറേജ് പൊതുവെ കമ്പനികളും ഇവരൊക്കെ ഇത് നടത്തിയിട്ട് പറയുന്നത്. ഇതിൽ എവിടെയാണ് വിഷയം വരുന്നത്? ഇപ്പോൾ നമ്മൾ ഓഫ് റോഡ് പോയിട്ട് ചെളി പിടിച്ച് വരികയാണെങ്കിൽ അപ്പം തന്നെ കഴിയുക. കാരണം എന്താ, ഈർപ്പം പിടിച്ചിരുന്ന് മെറ്റലിൻ്റെ പീസുകൾ പെട്ടെന്ന് തുരുമ്പിക്കാൻ സാഹചര്യമാവും. മഴവെള്ളത്തിലൂടെ വണ്ടി ഓടിച്ചാലോ? ഏത് ഞാൻ പറയാം. പിന്നെയുള്ള സാഹചര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽ തീരത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. അവർ ഒന്നരാടം അത് സോപ്പിട്ട് കഴുകണം എന്നില്ല, മറ്റേ ഈ വെള്ളം അടിച്ച് ഈ മറ്റേ ഈ എന്താണ് ഉപ്പിൻ്റെ അംശം ഉണ്ടാവും വണ്ടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത്, അതൊന്ന് അടിച്ച് കളഞ്ഞ് തുടച്ച് വൃത്തിയാക്കുന്ന അതും നല്ലതാണ്. പിന്നെ നീ പറഞ്ഞ ഈ മഴയത്തുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഴയത്ത് നമ്മൾ കഴുകിയോണ്ട് പ്രത്യേകിച്ച് ഇത് കിട്ടുന്നില്ല. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു ഒരാഴ്ചയിലൊന്ന് എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച ഒരു ദിവസം അടിച്ചാൽ ചെളി കളയും. കാരണം നമ്മളിപ്പോൾ ഇന്ന് കഴുകിയാലും നമ്മൾ നേരെ പോകുന്ന വെള്ളത്തിലേക്കാണ് പോകുന്നത്. പൊതുവെ അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലായിരിക്കും. നമ്മൾ ഇതിന് എന്നും ചെളിയാവുന്നതിന് മെനക്കെട്ട് കഴുകളയും നമ്മുടെ സമയം നഷ്ടപ്പെടുത്തലും നല്ലത് ആഴ്ചയിലൊന്ന്. അങ്ങനെ മഴയത്ത് ഓടിക്കുന്ന ആൾക്കാർ ആഴ്ചയിലൊന്ന് വെള്ളം അടിച്ചാൽ ചെളിയൊക്കെ ഒന്ന് കഴുകി കളഞ്ഞ് തുടച്ച് വെക്കുക. കാരണം ഈ സോപ്പിട്ട് കഴുകിയതുകൊണ്ട് പിന്നെയും ചെളിയാവും. നമ്മൾ അതായത് ടിപ്പ് ടോപ്പ് കണ്ടീഷനിൽ എത്തിയാൽ പിന്നെ നമ്മൾ പോകുമ്പോൾ സാധനം ചെളിയാവും. അല്ലെങ്കിൽ ഇതേപോലെ വല്ലപ്പോഴും ഓടിച്ച് അപ്പം തന്നെ കഴുകി വൃത്തിയാക്കി വണ്ടി എടുത്ത് വെക്കുന്ന ആൾക്കാരാണ് സംബന്ധിച്ച് ഇത് പ്രശ്നം ഉണ്ടാവില്ല. സോപ്പിട്ട് കഴുകുന്നുണ്ട്. ഇപ്പോൾ ഡെയിലി മഴയത്ത്, ഇപ്പോൾ നമുക്ക് മഴക്കാലമായി, ഈ മഴക്കാലത്ത് വണ്ടി ഓടിക്കുന്ന ആൾക്കാർ ദിവസവും കഴുകി കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ഇതാണ്, ഈ ഡെയിലി കഴുകുന്ന എല്ലാവരും സോപ്പ് ഉപയോഗിച്ചായിരിക്കും കഴുകുന്നത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? അപ്പോൾ അവർ വെള്ളം മാത്രം ഉപയോഗിച്ച് അവരിപ്പോൾ ജസ്റ്റ് ഇപ്പം മഴയത്ത് ഓടിച്ചിരുന്നവർക്ക് ചിലപ്പോൾ ചെറിയ പൊടി ഇങ്ങനെ അത് വെള്ളം ഒഴിച്ചാൽ തന്നെ പോകുന്നതായിരിക്കും. ജസ്റ്റ് അവർ വെള്ളം കൊണ്ട് ഇങ്ങനെ കഴുകാന്ന് ഇതാക്കുക, അതായത് ഹോസ് പിടിച്ചിട്ട് ചുമ്മാ ഇങ്ങനെ അടിച്ചു കളയാം. പൊടി കളയുന്ന അങ്ങനെയുള്ളവർ ഡെയിലി കഴുകുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? അതിന് ഞാൻ ഉദ്ദേശിച്ച കഴുകൽ എന്ന് പറഞ്ഞാൽ സോപ്പിട്ട് കഴുകുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, അപ്പൊ ഈ ഡെയിലി കഴുകുന്ന അതാണ് എന്റെ ചോദ്യം. അതാണ് എല്ലാവരും സോപ്പിട്ട് കഴുകുന്നവരായിരിക്കും ഡെയിലി കഴുകുന്നവർ. കാരണം ഡെയിലി കഴുകുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്ര പൊടി ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും, അതായത് പിന്നെ സാഹചര്യമാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അല്ലാത്ത പക്ഷെ എപ്പോഴും നോക്കുമ്പോൾ എന്തായിരിക്കും, ചെറിയ പൊടിയൊക്കെ ഉണ്ടാകത്തുള്ളൂ അല്ലേ? അപ്പൊ എല്ലാവരും ഞാനിതാണ് കാണുന്നത്. അതായത് ഇപ്പൊ നമ്മള് സോപ്പിട്ടില്ലേ, ഒന്നാമത്തെ കാര്യം ഇത് നമ്മൾ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഉണങ്ങണം, ഉണങ്ങിയിട്ട് വേണം തുടച്ച് ഇതാക്കാനായിട്ട്. നമ്മളിപ്പോൾ ഈ മഴക്കാലത്ത് എങ്ങനെ വെള്ളം ഇതാക്കിയായാലും ഈർപ്പം അതിനകത്ത് പിടിച്ചിരിക്കും, നമുക്ക് കൃത്യമായിട്ട് തുടച്ച് വൃത്തിയാക്കാൻ പറ്റില്ല. അപ്പം ഞാൻ കണക്ക് കൂട്ടുന്നത്, അതായത് ഇപ്പോൾ ഇപ്പോൾ ആഴ്ചയിലൊന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ദിവസം ജോലിക്ക് വന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം വെള്ളം അടിച്ച് ഇത് കളയേണ്ട ആവശ്യമില്ല, സമയവും കളയണ്ട. ആഴ്ചയിലൊന്ന് വേണമെങ്കിൽ വണ്ടി നല്ല ഇതാക്കി സോപ്പിട്ട് മൊത്തത്തിൽ കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഞായറാഴ്ചയൊക്കെ നോക്കുകയാണെങ്കിൽ. ഇതിപ്പോൾ എങ്ങനെയാന്ന് പറഞ്ഞാൽ അന്ന് വന്നതിനോട് ഒരു പാൻറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെയാ. അതെ, അതായത് ജീൻസ് എന്ന് പറഞ്ഞ സാധനം ശരിക്കും പറഞ്ഞാൽ എപ്പോഴും കഴുകേണ്ട ആവശ്യമുള്ള സാധനമല്ല. ഇല്ല, അത് മാസത്തിലൊന്നൊക്കെ. അതും മറ്റേ ഈ ജീൻസ് ഉണ്ടാക്കി മറ്റേ ലെവിസ് കമ്പനിയുടെ CEO പറഞ്ഞതെന്ന് പറഞ്ഞാൽ പുള്ളി 2 മാസം കൂടുമ്പോഴാണ് പുള്ളിയുടെ ജീൻസ് കഴുകുന്നത്. ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 10 വട്ടം ഇട്ട് 10 വട്ടത്തിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് കഴുകിയാൽ എന്നാണ് ആ സാധനത്തിന് നാശം ഇല്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഒരു വട്ടം ഇട്ട് അപ്പം തന്നെ കഴുകിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫാബ്രിക് നാശമാവും, കളറ് പോവും, ഈ സാധനത്തിനകത്ത് നൂല് പൊന്താൻ തുടങ്ങും. ഞാനൊരു ഇത് പറയട്ടെ, സജഷൻ പറയട്ടെ. ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ ഡാൻഡ്രഫൊക്കെ ഉള്ളവരോട് ഇപ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ മറ്റേ ഒരു കിറ്റോ AZ എന്ന് പറഞ്ഞിട്ടൊരു സാധനം, ഒരു ഷാമ്പു കൊടുക്കും, ഭയങ്കര പവറുള്ള സാധനം, ഇതിൻ്റെ ഇത് മൊത്തം എടുത്തു കളയുന്നത്. അത് യൂസ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ പറയുന്നത് എപ്പോഴും എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആഴ്ച കൂടുമ്പോൾ ഒരു വട്ടം. 3 ആഴ്ചയാണ് 3 ദിവസം. 3 ആഴ്ച അല്ല സോറി കറക്റ്റ് 3 ആഴ്ച എന്ന് പറയുമ്പോൾ 3 ആഴ്ചയല്ല 4 ദിവസം കൂടുമ്പോൾ ഒരു വട്ടം, അങ്ങനെ പറയാം. അപ്പം അതേപോലെ ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇതിൽ മാസത്തിൽ ഒരാഴ്ചയിൽ ആദ്യത്തെ ദിവസം നല്ല വൃത്തി കഴുകി, പിന്നെ എല്ലാം മെയിൻ്റനൻസ് പോലെ ഞായറാഴ്ചകളിൽ ഓരോ ആഴ്ചയുടെ അവസാനം ചെറിയ പിടിച്ച പൊടി ഒക്കെ തുടച്ചാല് ടാങ്കിന്റെ പുറത്തുള്ള മണ്ണും അങ്ങനെയാണെങ്കിലോ അത് ഓക്കെ ആയിരിക്കുമോ? അതായത് ആഴ്ചയിൽ മാസത്തിന് ആദ്യത്തെ ആഴ്ച നല്ല വൃത്തിക്ക് വണ്ടി കഴിയും, അത് കുഴപ്പമുണ്ടാവില്ല. ഇതാണ് പിന്നെയും നമ്മുടെ സിറ്റുവേഷൻ നമ്മൾ നോക്കണം. ഇപ്പോൾ കടൽ തീരത്തൊക്കെ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്നും തുടച്ച്, അതായത് നമ്മൾ ഈ മെറ്റൽ പീസിൽ ഉപ്പ് പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തുരുമ്പിക്കും. അപ്പോൾ അതൊന്ന് തുടച്ച് ചെറിയ നനവുള്ള തുണിയോട് തുടച്ചൊന്ന് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ തുരുമ്പിക്കലും ഒഴിവാകും. പക്ഷേ അപ്പോൾ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ചെളി കഴുകിക്കളയലാണ്. ചെളി കഴുകിക്കൽ ഞാൻ പറയുമ്പോൾ ആഴ്ചയിൽ പൈപ്പടിച്ച് ഒന്ന് ചെളി ഒന്ന് വരച്ച്, അല്ലെങ്കിൽ ചെറിയൊരു ബ്രഷ് എടുത്ത് വരച്ച് കഴുകിക്കളഞ്ഞിട്ട് മാസത്തിലൊന്നോ, സാധാ ഓടിക്കുന്ന ആൾക്കാർ മാസത്തിലൊന്നോ നല്ല സോപ്പിട്ട്
വൃത്തിയാക്കി കംപ്ലീറ്റ് ഡീപ്പ് ക്ലീൻ ചെയ്യുക. ഡീപ്പ് ക്ലീൻ എന്ന് പറഞ്ഞാൽ സോപ്പിട്ട് കഴുകുക. പക്ഷെ നമ്മുടെ അച്ചാച്ചനും അമ്മയൊക്കെ നമ്മളിപ്പോ എവിടെയും പോയി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇതിന്റെ അവരപ്പ പറയില്ല അത് കഴുകി വെച്ചുകൂടെ, ഞാൻ വേറെ എനിക്ക് ഇതുണ്ടാവാൻ കാരണം നീ അന്ന് പറഞ്ഞില്ലേ നീ നിന്റെ വണ്ടി ഇടയ്ക്ക് ഇതാകുമ്പോൾ ചെളിയാൻ മേടിച്ചില്ല. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ മാസത്തിലൊന്നൊക്കെ ഞാൻ കഴുകാറുള്ളൂ. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ചെളി പിടിച്ചിരുന്ന നമുക്ക് ഞാൻ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാത്രം കട്ട ചെളി ഇല്ല പറ്റി പിടിച്ചിരിക്കുന്നത്. നമ്മൾ സാധാ ഓടിക്കുമ്പോൾ ഉള്ള ചെളി മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ 2 മണിക്കൂർ മെനക്കെട്ട് ഈ സാധനത്തെ വെളുപ്പിച്ചെടുത്ത് നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത് പിന്നെ പഴയ കണ്ടീഷനിലേക്ക് മാറും. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ 1 മാസത്തിലൊന്നൊക്കെയാണ് ഞാൻ സോപ്പിട്ട് കഴുകലുള്ളൂ. അല്ലാത്ത പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ വെള്ളമടിച്ച് ഇപ്പോൾ ഇതേപോലെ കട്ടച്ചെളി ഇരിക്കുന്ന കാണുകയാണെങ്കിൽ സാധാ പൈപ്പ് ഇട്ടിട്ട് ആ ചെളിയൊക്കെ സൈലൻസറിൻ്റെ പുറത്തും ഇവിടെയൊക്കെ ആയിരിക്കും ചെളി ഉണ്ടാവുക. അവിടെ ചെളിയൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് ഇത് കളയാന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് മെനക്കാടാക്കില്ല. അപ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാസത്തിലൊന്നൊക്കെ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചെയിനും അതിൻ്റെ കൂടെ ലൂബ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം ഒരുമിച്ച് ചെയ്യാൻ പറ്റും. കാര്യം ചെയ്യട്ടെ, ഇപ്പൊ നമ്മള് വണ്ടി കഴുകുന്നത് പറഞ്ഞു, അങ്ങനെ ആകുമ്പോ ഇന്റീരിയർ ക്ലീനിങ്ങിനെ പറ്റി വേണ്ട അഭിപ്രായം കാറുകളിൽ അല്ലേ? അതിനെ പറ്റി എന്താ? ഇന്റീരിയർ ക്ലീനർ പൊതുവെ നമ്മുടെ വണ്ടികളിൽ നമ്മളത് വൃത്തി കൊണ്ടു നടക്കാറില്ല. ഇല്ല, അത് കാര്യം. പക്ഷെ ശരിക്കും എങ്ങനെയാണ് ഇന്റീരിയർ നമ്മൾ എങ്ങനെയാ പുറമേ ഉള്ള പോലെ തന്നെയാണോ നോക്കേണ്ടത്, അല്ലെങ്കിൽ അത് കുറച്ച് ഇന്റീരിയർ ഒക്കെ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സംഭവങ്ങൾ വേറെ കെമിക്കലുകളൊക്കെ ഇട്ടിട്ട് ഓരോ സാധനം ഓരോ അല്ല ഞാൻ വണ്ടി എപ്പോഴും ഇന്റീരിയറും ഇതേപോലെ ഇടയ്ക്ക് എപ്പോഴേലും ഒന്ന് ഇതാക്കിയാൽ മതിയോ, അല്ലെങ്കിൽ അതൊരു പീരിയോഡിക്കലി വൃത്തിക്ക് എപ്പോഴും അത് ഇതേപോലെ നമ്മളിപ്പോൾ മാസത്തിലൊന്നാ കഴുകുന്നെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ തുടച്ച് വൃത്തിയാക്കാവുന്ന കേസേ ഉള്ളൂ. ഇന്റീരിയറൊക്കെ അതിന്റെ കൂട്ടത്തിൽ തന്നെ മാറ്റും കാര്യങ്ങളൊക്കെ അത് ഇതേപോലെ ചെളിയാവുന്നതനുസരിച്ചാണ്. പേഴ്സണൽ പ്രിഫറൻസ് ആണ്. അല്ലേ, മാറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചെളിയാവുന്ന സാധനം കാറിന്റെ ഉള്ളിൽ മാറ്റല്ല. ഈ മഴക്കാലത്തായിരിക്കും കൂടുതലും ചളി കയറല്. നമ്മൾ പല സ്ഥലത്തുനിന്ന് ഓടിച്ചാടി കയറി വരും. ആ സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ ചെളി കൂടുതൽ കാണുകയാണെങ്കിൽ ഒരു കട്ട പിടിച്ചിരിക്കുകയാണെങ്കിൽ അതെടുത്ത് തട്ടിക്കളയുക. മാറ്റാകുമ്പോൾ നമുക്ക് എടുത്ത് തട്ടിക്കളയാമെന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, എന്നിട്ട് കഴുകാൻ വേണമെങ്കിൽ. അതല്ലാത്ത പക്ഷം ഞാൻ പറയുന്നത് ഇപ്പോൾ സാധാ ഒരു കണ്ടീഷനിൽ ഇങ്ങനെ പോകുന്ന വണ്ടികളാണ്, അതായത് മഴയില്ല, വലിയ കുഴപ്പമില്ലാത്ത ചെളിയും പൊടിയൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് ഈ സാധാ ഇത് കഴുകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കഴുകുക. അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒന്ന് കഴുകിയാൽ മതിയാവും. പിന്നെ ഇതേപോലെ ഇൻറ്റീരിയർ കുറച്ചുകൂടി വൃത്തിയായിട്ട് ഇരിക്കണമെങ്കിൽ പുറത്ത് കൊടുത്ത് ചെയ്യിക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ ഒരു 3 മാസത്തിൽ ഒരു 3 മാസം കൂടുമ്പോൾ ഒന്ന്, അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഒന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സീറ്റൊക്കെ ആകുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. സ്ഥിരം ഉപയോഗിക്കുന്ന വണ്ടിയാണെങ്കിലും നല്ല വൃത്തിയായിട്ട് നല്ല ഫ്രഷ്നെസ്സോടെ ഇരുന്നോളും. കഴുകുന്നത് നല്ലതായിരിക്കും. ഇപ്പം അന്നാണ് ആദ്യമായിട്ട് എനിക്കൊന്ന് ഇൻറ്റീരിയർ ക്ലീൻ ആക്കിയെന്ന് തോന്നുന്നില്ല അന്ന് അവിടെ കൊണ്ടുപോയ ആ സമയത്ത്. പക്ഷെ നമുക്ക് ഇത്രയും കാലമായിട്ട് ഇൻറ്റീരിയറിന് വലിയൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രൊഫഷണൽസിനെ കൊണ്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ട് നല്ല പുത്തനോടെ അവർ അതിന് വേണ്ട ഓരോ പാർട്സിനും ഓരോ പ്ലാസ്റ്റിക്കിനും വേണ്ട കൃത്യം കെമിക്കലുകൾ ഉപയോഗിച്ച് അത് തുടച്ച് വൃത്തിയാക്കി അതിനെ ശരിക്കും ഒന്ന് പുഷ്ടിപ്പെടുത്തി എടുത്ത് തരും. അവർ അതിൻ്റേതായ സാധനങ്ങൾ ഉപയോഗിച്ച് വൃത്തിയാക്കി എടുത്ത് തരും. നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെറുതെ തുടക്കലല്ലാണ്ട് നമുക്ക് വേറെ നമ്മൾ സാധാരണ ഒരാളുടെ എന്തായാലും മറ്റു സാധനങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സിലിക്കോൺ സ്പ്രേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഒന്ന് കുറച്ച് നാളത്തേക്ക് 2 ആഴ്ചത്തേക്കൊക്കെ വെളുപ്പിച്ചെടുക്കാൻ പറ്റും. പക്ഷെ ഇതാണ് സിലിക്കോൺ സ്പ്രേ സ്റ്റിയറിംഗിലായി കഴിഞ്ഞാൽ പിന്നെ തെന്നലായിരിക്കും കയ്യിൽ മുഴുവൻ. അതൊരു വിഷയമാണ്. അപ്പോൾ അതിൻ്റേതായ സാധനം ഉപയോഗിക്കണം. പക്ഷെ എന്താണെന്ന് നമുക്ക് ചെയ്യാം. ഞാൻ മനസ്സിലാക്കിയത് 2 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഒക്കെ പുറത്ത് പോയിട്ട് കൊടുത്ത് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് 500-600 രൂപ ആയിരിക്കുമല്ലോ ഉണ്ടാവുള്ളൂ. ഒരു സാധാരണ ഒരു വലിയ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നില്ലെങ്കിലും അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കി എടുക്കണമെങ്കിൽ. ഇപ്പോൾ കാറിന്റെ കേസിൽ ഇപ്പോൾ ഡെയിലി കഴുകുമ്പോൾ എന്താ പെയിന്റ് പോകുന്നാണോ ഒന്നും പറയുന്നത്? പെയിന്റിന് അതാ ഞാൻ ഇതിൽ ഞാൻ മനസ്സിലാക്കി എന്താണെന്ന് പറയുക, ഇതിലായി ആവുമ്പോൾ ഈ സോപ്പിന്റെ നമ്മൾ സ്ഥിരം ഉപയോഗിച്ച് ഇപ്പം നമ്മൾ സ്ഥിരം ഷാമ്പൂ ഇട്ട് തല കഴുകി കഴിഞ്ഞാൽ നമ്മുടെ ഇതിന്റെ തനതായ ഒരു തലയിൽ ഇത് ഓയിൽ പോകുമെന്ന് അറിയില്ലേ, അതേപോലെ എന്തോ ആണ് ഞാൻ ഇതിൽ അതിന് നമ്മൾ ഈ സോപ്പ് നമ്മൾ സ്ഥിരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ പെയിന്റിന്റെ പുറത്തുള്ള ആ കോട്ടിങ് പോയി ഇങ്ങനെ പതുക്കെ ആയിരിക്കില്ല പോവുക. നമ്മൾ സ്ഥിരം സോപ്പിട്ട് കഴുകുന്ന ഇതിങ്ങനെ കഴുകി പോവല്ലേ, അപ്പോൾ പിന്നീട് അത് പെയിന്റിലെത്തും. പിന്നെ ഇപ്പോൾ അതല്ല ഇപ്പോൾ മെറ്റലിലൊക്കെ പെട്ടെന്ന് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത് തുരുമ്പിക്കാനുള്ള കാരണമാവും. ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, ഈ ഡെയിലി കഴുകുക എന്ന് പറയുന്ന ആൾക്കാർക്ക് എന്താ പറയുക, വണ്ടീനോട് ഒരു പ്രത്യേക കെയർ കൊടുക്കണം എന്നുള്ള രീതിയിൽ കഴുകുന്നതാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവരറിയാതെ തന്നെ അവരെ വണ്ടിക്ക് നേരെ ഓപ്പോസിറ്റ് അല്ല സംഭവം. അതാണ് അവരറിയുന്നില്ല. അപ്പോൾ ഇതാണ് ആവറേജ് 2 ആഴ്ച കൂടുമ്പോൾ നല്ലൊരു കഴുകി കഴിഞ്ഞാൽ വണ്ടിക്ക് കുഴപ്പമുണ്ടാവില്ലായിരിക്കും. അതായത് അപ്പോഴേക്ക് പിന്നെ വേറെ നമ്മൾ സ്ഥിരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കൊക്കെ ചെളിയാവുള്ളൂ.
ഇപ്പൊ ഈ ഡെയിലി കഴുകുന്ന ഭൂരിപക്ഷം വരുന്ന വണ്ടി അങ്ങനെ അഴുക്കാവുന്നവരായിരിക്കും. അപ്പൊ എന്റെ ചോദ്യം അടുത്തതാണ്, അത്രയും അഴുക്ക് പിടിച്ച് ഇതാകുന്ന വണ്ടി ഇതാക്കുന്നവര് ആ വണ്ടിക്ക് ഒരു ലോങ് ലൈഫ് കിട്ടണം എന്നുള്ള മെന്റാലിറ്റിയോടെ ഇതാക്കുന്നതാണോ, അല്ലെങ്കിൽ അവർ ആ കാലാവസ്ഥയെ സർവൈവ് ചെയ്യണം എന്നുള്ള മെന്റാലിറ്റിയോടെ ചെയ്യുന്നതായിരിക്കും? കഴുകുന്നത് രണ്ട് രീതിയിലുണ്ടാവുമായിരിക്കുമല്ലോ. ഇപ്പോൾ ഒന്ന് വണ്ടി കാണുമ്പോൾ ഒരു ഇതില്ലാന്ന് തോന്നിയിട്ട് എനിക്ക് നല്ലൊരു വണ്ടി വേണം എന്നുള്ള ആൾക്കാരായിരിക്കും കഴുകൽ. പിന്നത്തെ ഒരാൾ ടീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ചെളിയായി അടിച്ചാൽ കളഞ്ഞേക്കാം എന്നുള്ള ചിന്തയിലുള്ളവരായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ അത് ഓരോരുത്തരുടെ ഇതനുസരിച്ചിരിക്കും ഇത് ഈ കഴുകുന്ന കാര്യം. ഭൂരിപക്ഷം പേരുടെ ലക്ഷ്യം നല്ല വൃത്തിയോടെ ഒരു വണ്ടി ഇരിക്കണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്തായിരിക്കും. പിന്നെ കുറെ പേര് ഒന്നും കഴുകാണ്ട് ആൾക്കാർ ഒരു മെയിൻ്റനൻസ് നടത്താണ്ട് എത്രയോ വണ്ടികൾ നമ്മുടെ നിരത്തിൽ കൂടെ ഓടുന്നുണ്ട് ചുമ്മാ ഒരു ഇതും ഇല്ലാണ്ട്. അതായത് നമ്മൾ കുളിപ്പിച്ച് കുട്ടി ഇല്ലാണ്ടാക്കാന്ന് പറഞ്ഞാൽ അവസ്ഥയാകും. നമ്മൾ ദിവസം കഴുകി കഴിഞ്ഞാൽ നേരം കൊണ്ട് എല്ലാത്തിനും ഓരോ ശരിക്കും ഒരു റിയാലിറ്റി നോക്കുമ്പോൾ ഈ വണ്ടി കഴുകേണ്ട ഒരു ആവശ്യമുണ്ടോ? അതായത് ഒരു ജനറൽ ഇതെടുക്കാം, നമുക്കൊരു സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ ഓഫ് റോഡുള്ള ടെറൈനോ അങ്ങനെയൊന്നുമല്ല, ഒരു ജനറൽ പോപ്പുലേഷൻ എടുത്ത് നോക്കുമ്പോൾ ഈ ശരിക്കും നമ്മൾ വണ്ടി കഴുകേണ്ട, അതായത് ഇപ്പം ഈ ആഴ്ചയിലാണേലും കഴുകേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം എന്താ പറയുക, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ആ പുള്ളി മെക്കാനിക്ക് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ എഞ്ചിൻ ബേ ഫുൾ ചിലപ്പോൾ അഴുക്കാവും കുറെ കാലം കഴിയുമ്പോൾ പൊടി പിടിച്ചിരിക്കും. അപ്പോൾ പലരും അത് കഴുകാൻ വേണ്ടി നോക്കും. അപ്പോൾ ആ പുള്ളി പറഞ്ഞ കാര്യം എന്താ പറഞ്ഞാൽ, എഞ്ചിൻ ബേയുടെ പുറമേ ഉള്ള ഭംഗിയിലല്ല കാര്യം, അതിന്റെ അകത്ത് അത് പെർഫെക്റ്റ് ആയിട്ട് ഓടുന്നുണ്ടോ നോക്കിയാൽ മതി, അതിലാണ് കാര്യം ഇരിക്കുന്നത്, പുറമേ ഉള്ള ഇതല്ല എന്ന്. അപ്പൊ ഇതേപോലെ തന്നെ ശരിക്കും നമ്മൾ ഇപ്പോൾ ഇതിന്റെ ഒരു ഭംഗി എന്നുള്ള ഫാക്ടർ ഒഴിവാക്കിയാൽ നമ്മളിത് ഇത്രയും ഒരാഴ്ച കൂടുമ്പോഴാണേലും ഈ കഴുകേണ്ട ഒരു ശരിക്കും ഒരു ആവശ്യമുണ്ടോ? കഴുകേണ്ട ആവശ്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള്, അതായത് ഇത് എനിക്ക് തോന്നിയിടത്തോളം ഇപ്പൊ മനുഷ്യര് നമ്മള് ഈ കുളി എന്ന് പറയുന്ന സാധനം നമ്മൾ ശരീരം വൃത്തിയാക്കാന്നുള്ള ഇത് കോൺസെപ്റ്റിൽ കൊണ്ടുവന്നു. ഇതേ കോൺസെപ്റ്റ് തന്നെ ഇതിലേക്ക് കൊണ്ടുവരുന്നതാണ്. പക്ഷെ വണ്ടികളിൽ ഇത് ശുദ്ധീകരിച്ചത് കൊണ്ട് എവിടെയാണ് വിഷയം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ സ്ഥിരമായിട്ട് കഴുകിയാലും ഇത് കഴുകാണ്ടിരുന്നാലും പ്രശ്നമാണ്. സ്ഥിരമായിട്ട് കഴുകിയുള്ള കാര്യം നമ്മൾ പറഞ്ഞു, സ്ഥിരം കഴുകി കെമിക്കലുകൾ ചെന്ന് പെയിൻറ്റിനോ അല്ലെങ്കിൽ മെറ്റലിനോ ഇതാക്കി ദ്രവിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് കഴുകാണ്ടിരുന്ന് കഴിഞ്ഞാൽ അഴുക്ക് അടിഞ്ഞുകൂടി ഇപ്പം നമ്മൾ കുളിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഒരു 3 ദിവസമൊക്കെ വരെ വേണമെങ്കിൽ കുളിക്കാണ്ട് പിടിച്ചിരിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ശരീരം അതിനനുസരിച്ച് നാറാൻ തുടങ്ങും, മണം വരാൻ തുടങ്ങും. പിന്നെ കുറച്ചുകൂടെ നമുക്ക് തൊക്കിന് എന്തെങ്കിലും അസുഖം വരാൻ തുടങ്ങും. ഇതേ സംഭവം തന്നെ. ഇപ്പം ചെളി അടിഞ്ഞുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യക്ഷത്തിൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോൾ ഇവിടെ ഇരുന്ന് ഈർപ്പം പതുക്കെ പെയിൻറ്റ് ഇതാക്കി ഉള്ളിൽ പൊള്ളയ്ക്കാൻ തുടങ്ങും. എന്നിട്ട് പതുക്കെ തുരുമ്പിച്ച് സാധനം പൊളിയാൻ തുടങ്ങും. അപ്പം നമ്മളിത് എന്തത് വേണോന്ന് ചോദിച്ചാൽ വേണം, ഇത് അധികം ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമാണ്. അല്ല, ഞാൻ അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പെട്ടെന്ന് കേൾക്കുമ്പോൾ ഈ ഒരു മണ്ടത്തരം. പക്ഷെ ഞാൻ അത് ആലോചിച്ചിട്ട് എടുത്ത് ശരിക്കും, കാരണം ഒന്ന് ആലോചിച്ച് ഇപ്പം എഞ്ചിൻ ബേയുടെ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പുതിയ വണ്ടികളിലൊന്നും കുഴപ്പമുണ്ടാവില്ല. അതായത് ഈ എഞ്ചിൻ ബേ കഴുകുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ പഴയ വണ്ടി ഓയിൽ ലീക്കായി ഇരിക്കുന്നവരായിരിക്കും. പല നമ്മള് വാട്ടർ ഷോപ്പ് നല്ല അഡ്വാൻസ്ഡ് ആവാത്ത പഴയ സ്റ്റൈലിലുള്ളടത്ത് പോയി കഴിഞ്ഞാൽ അവര് ചിലപ്പോൾ കഴുകിത്തരും, നമ്മളോട് ചോദിക്കും ചില സമയത്ത് കഴുകണമെന്ന്. അവരെന്നറിയാം ഈ ഹൈ പ്രഷറിൽ വെള്ളം മറ്റേ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ സാധനത്തിൽ എന്ന് പറയുക ഈ കണ്ടമാനം ഇലക്ട്രോണിക്സ് ക്ലിപ്പുകളും പിന്നെ സെൻസറുകൾ സാധനങ്ങളും നമ്മൾ ഈ വെള്ളം പ്രഷറിൽ അടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം പോയി കഴിഞ്ഞാൽ പിന്നെ എഞ്ചിൻ സ്റ്റാർട്ട് ആവില്ല. എഞ്ചിന്റെ ഉള്ളിലേക്ക് വെള്ളം പോകുന്നല്ല പ്രശ്നം, ഈ സെൻസറും ക്ലിപ്പുകൾ ഈ കണക്ട് ചെയ്ത വയറുകൾ ഇതായിട്ട് ഷോർട്ട് സർക്യൂട്ട് ആകുന്നതാണ് പ്രശ്നം വരുന്നത്. മറ്റേ എന്തായിരുന്നു അന്ന് എസ്റ്റീമില് നമ്മളൊരു വട്ടം വാട്ടർ സർവീസ് ചെയ്തു. അതിന്റെ കൂടെ ആ പുള്ളി ഇതായിട്ട് എഞ്ചിൻ ബേ തുറന്ന് നല്ല അടിച്ചെല്ലാം ഇതാക്കി. ഞങ്ങള് വീടെത്തിയപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ പുകയും കരിയും എല്ലാം കൂടെ വന്നിട്ട് ഞാൻ ഒരു പൊട്ടിത്തെറിച്ചു. ഷോർട്ടായി പോയി. മറ്റേ ഇതിന്റെ ഇത് കണക്ഷൻ സെൻട്രൽ ലോക്ക് ഉണ്ടായിരുന്നു, അതിന്റെ അവിടെ എക്സ്പോസ് ആയിട്ട് അത് മൊത്തം ഷോർട്ടായി പോയി, മൊത്തം കത്തി. എഞ്ചിന്റെ ഒക്കെ കഴുകണേ അത് കഴുകണേന് ഒരു രീതിയുണ്ട്. നമ്മൾ വെള്ളം നീർത്തി അടിക്കാൻ നമ്മൾ ക്ലീൻ ആദ്യം ഡീഗ്രീസർ അടിച്ച് ഉരച്ച് കഴുകി പിന്നെ പതപ്പിക്കുന്ന സാധനം അടിച്ച് നമ്മൾ കൈ കൊണ്ടാണ്, നമ്മൾ വെള്ളം അടിച്ചിട്ടല്ല ഈ സാധനം ഇതാക്കുന്നത്. നമ്മൾ അതിന് പ്രത്യേക സൊല്യൂഷനും കാര്യങ്ങളുണ്ട്, അത് അടിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് നമ്മൾ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ സാധനം ഇതാവും. പക്ഷെ നമ്മൾ വണ്ടി കഴുകുന്ന സംഭവം ആലോചിക്കുമ്പോൾ
ഇതേ സംഭവം തന്നെയാണ്. ശരിക്കും മറ്റേ വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ളവരൊക്കെ എഞ്ചിൻ ബേ ക്ലീൻ ചെയ്യുമ്പോൾ ആദ്യം ഇലക്ട്രിക്കലായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന ബാറ്ററി, ഓൾട്ടർനേറ്റർ ഇതെല്ലാം ഒരു പ്ലാസ്റ്റിക്കിന്റെ റാപ്പ് വെച്ചങ്ങ് കിട്ടും. എന്നിട്ട് പിന്നെ അടിക്കും. കാരണം അത് സേഫ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള എല്ലാം വാട്ടർ ലോക്ക് ചെയ്ത്, കാരണം കണക്ടേഴ്സ് ആണ്. അതായത് വെള്ളം എഞ്ചിൻ ബേയിലേക്ക് അടിക്കുന്നതിൽ നല്ലത്, അതായത് അതിൻ്റെ സത്യം പറഞ്ഞാൽ ആവശ്യമില്ല. നമ്മൾ വിചാരിക്കുന്നത്ര നമുക്ക് ഇത് വൃത്തിയായി കിട്ടൂല ഈ സാധനത്തിൽ. കാരണം കണ്ടമാന കോംപ്ലക്സ് ആയിട്ടുള്ള പാർട്സുകൾ അങ്ങോട്ട് ഇന്റർലോക്ക് ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. അപ്പം നമ്മളൊരു സ്ഥലത്തോട്ട് എയിം ചെയ്താലും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഈ സാധനം കൊള്ളൂല. പിന്നെ ഇത് എഞ്ചിൻ ബേയിൽ ഉണ്ടാകുന്ന ചെളി എന്ന് പറഞ്ഞാൽ ഓയിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ചെളിയായിരിക്കും. ഓയിലും പുകയാണ്. ഇത് കളയാൻ ഡീഗ്രീസർ തന്നെ ഉപയോഗിക്കണം. നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എണ്ണയുടെ പുറത്ത് വെള്ളം ഒഴിച്ചാൽ തെന്നിക്കളിക്കുന്ന വെള്ളം തെറിച്ചങ്ങ് പോകും. ചിലപ്പോൾ കുറച്ച് കട്ട പിടിച്ച ചെളിയൊക്കെ മാറ്റുക എന്നല്ലാണ്ട്, ഇപ്പം നമ്മുടെ എസ്റ്റീമിൻ്റെ ഗിയർ ബോക്സിൻ്റെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഓയിലാണ്. നമ്മൾ എത്ര വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് എടുത്തുകൊണ്ട് ക്ലീൻ ആയി കിട്ടുമോ? സുഖമായിട്ട്. അതിന് നമ്മൾ ഡീഗ്രീസർ അടിച്ച് നമ്മളത് ആ മെറ്റലിൽ നിന്ന് ആ ഓയിലിൻ്റെ മയം എടുത്ത് കളയണം. നമ്മളെന്താ ചെയ്യുന്നത്? വെള്ളം അടിക്കുമ്പോൾ ആ എണ്ണമയത്തിൻ്റെ പുറത്തിരിക്കുന്ന കുറച്ച് ഭാഗം പൊടിയും ചെളിയും നമ്മൾ അടിച്ചും കളയുന്ന. പക്ഷെ എന്താ ആ എണ്ണമയം പിന്നെ അവിടെ തന്നെ ഇരിക്കുക. മനസ്സിലായോ? അപ്പം നമ്മൾ രണ്ടാമത് പിന്നെ ഓടിക്കുമ്പോൾ ഈ പൊടിയും മണലും പിന്നെ അവിടെ വന്നിരിക്കും. അതിന് നമ്മൾ ഡീഗ്രീസർ ഉപയോഗിച്ചിട്ട് എന്നാലാണ് എൻജിൻ ബ്ലോക്ക് വൃത്തിയായി കിട്ടുള്ളൂ. ഇത് നമ്മൾ ചുമ്മാ ഇപ്പം ഒരാൾ ചെളി പിടിച്ചൊരു കാറും കൊണ്ട് എന്നിട്ട് പെട്ടെന്ന് അടിച്ച് കാണുമ്പോൾ വൃത്തിയാക്കിയ കാണും. പക്ഷെ പിന്നീട് ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ചില പ്ലാസ്റ്റിക്കുകൾ ഉണങ്ങി വെള്ളം അടിക്കുമ്പോൾ നല്ല നിറമായിട്ടിരിക്കും. ഉണങ്ങിക്കഴിയുമ്പോൾ പിന്നെ ഫെയ്ഡ് കളർ വരും. അതിനെന്താ പ്ലാസ്റ്റിക് ഇത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? മറ്റേ സിലിക്കോൺ ഇതോ അല്ലെങ്കിൽ മറ്റേ ഈ പ്ലാസ്റ്റിക് കളർ തിരിച്ചുകൊണ്ടിരുന്ന വേറെ കെമിക്കലുകളുണ്ട്. അത് വെച്ച് ഇതിന് പ്ലാസ്റ്റിക്കിൻ്റെ ആ നിറം തിരിച്ചുകൊണ്ടിരണം. എന്നാലും അതവിടെ നിൽക്കും. നമ്മളല്ലാത്ത പക്ഷേ ഇത് വെള്ളം അടിക്കുമ്പോൾ കാണുന്നൊരു ഭംഗിയുണ്ടല്ലോ. ഇത് കുറച്ച് കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ, ഇത് ആവിയായി പോയി കഴിയുമ്പോഴേക്ക് സാധനം പഴയതുപോലെ തന്നെ ആയി. അപ്പോൾ നമ്മളെന്താ പറഞ്ഞു? വാഷിങ്ങിൻ്റെ കാര്യമാണ്. വാഷിങ്ങിൻ്റെ ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു പീരിയോഡിക്കലി ചെയ്യുക. എപ്പോഴും ചെയ്യുന്നത് കൊണ്ട് അത് ഗുണം ചെയ്യില്ല. പക്ഷെ അത് ഭാവിയിൽ ദോഷമായിട്ടും. അതായത് ഇപ്പൊ മറ്റേ തടി കുറയ്ക്കാൻ നിൽക്കുന്നവര് ഭയങ്കര ഇതായിട്ടുള്ള ഡയറ്റ് ചെയ്യുന്നല്ലോ, എക്സ്ട്രീം ഡയറ്റ്. അതായത് ഒന്നും കഴിക്കാണ്ട് പട്ടിണി കിടക്കുന്ന പോലെ അവർ വേഗം തടി കുറയുന്നു. തടി മാത്രമല്ല കുറയുക, അതിൻ്റെ കൂടെ വേറെയും പല സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ കുറയുകയും കൂടുകയൊക്കെ ചെയ്യും. നമ്മളത് അറിയത്തില്ല. അത് ഭാവിയിലാണ് ഇതാക്കുക. അതേപോലെയാണിത്. അപ്പോൾ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് ഒരു വൃത്തി വേണം വണ്ടിക്ക്. പക്ഷെ നമ്മൾ വണ്ടി നശിപ്പിച്ചുകൊണ്ട് അതിനെ വൃത്തിയാക്കിയിട്ടൊരു കാര്യം. അതായത് സോപ്പിട്ട് കഴുകുന്നത് 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിൽ ഒന്നാക്കുക. ഇപ്പോൾ ഒരു ഓഫ് റോഡ് അടിച്ച് അല്ലെങ്കിൽ നല്ല പെരും മഴയത്ത് കട്ട ചെളി കൂടെ ഒക്കെ വന്ന് ഒരു റോട്ടിൽ കൂടെ വന്ന് കട്ട പിടിച്ച് ചെളി വണ്ടിയിലിരിക്കുകയാണെങ്കിൽ അപ്പം തന്നെ അങ്ങ് അടിച്ച് കളയുക. സോപ്പിടാണ്ട് ആ കട്ടച്ചെളിയൊക്കെ നടച്ച് കളഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അത് എന്നിട്ട് 2 ആഴ്ച കൂടുമ്പോൾ കഴിയുന്നതിനോട്ട് സോപ്പിട്ടല്ല വൃത്തിയായിട്ട് ചെളിയൊക്കെ എടുത്ത് കളഞ്ഞ് ഇതാക്കുക. അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ ഞാൻ പറഞ്ഞത് കടൽ തീരത്ത് താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്നരാടം ഒരു നനഞ്ഞ തുണി കൊണ്ട് ഇപ്പോൾ ഈ ടാങ്കിൻ്റെ ഭാഗത്തോ ഈ ഈർപ്പം കൂടുന്ന സ്ഥലത്തൊക്കെ അല്ലെങ്കിൽ ചെളി തെറിച്ചെടുക്കുന്ന ഒന്ന് തുടച്ച് കളയുക എന്നൊരു പൈപ്പ് വെള്ളം അടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ആ ഉപ്പ് പോയി കഴിഞ്ഞാൽ എൻ്റെ ഉപ്പിൻ്റെ കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഈർപ്പം വലിച്ചു പിടിച്ചിട്ട് തുരുമ്പിപ്പിക്കാനുള്ള സാധ്യത കൂട്ടും. നമ്മളിപ്പോൾ കാണൂല ഈ സാധനം. പക്ഷേ ഇത് ചിലപ്പോൾ ഉള്ളിൽ നിന്നൊക്കെയാണ് ദ്രവിച്ച് വരുന്നതെങ്കിൽ ഏതെങ്കിലും തുളയിൽ കൂടെ കയറിപ്പോയിട്ട് ഉള്ളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല. ചില കാറുകളിൽ കണ്ടിട്ടില്ലേ ഈ മറ്റേ സൈഡ് വാൾ, എന്തായാലും എന്താ പറയുക, സൈഡ് വാൾ എന്നല്ലല്ലോ, അല്ലല്ല, നമ്മൾ ഈ സ്റ്റെപ്പ് കാല് വെക്കുന്നതിൻ്റെ അവിടെ ഈ ഇതിന്റെ ഇടയിൽ കൂടെ ഇതിന്റെ ഇടയിൽ കൂടെ ചെളി അടിച്ചേറി മറ്റേ നമ്മുടെ വീൽ വെല്ലിന്റെ ഉള്ളിൽ കൂടെ ചെളി അതിന്റെ ഉള്ളിലേക്ക് ചെറിയ ഗ്യാപ്പിൽ കൂടെ അടിച്ച് അവിടെ ആ മണ്ണിങ്ങനെ ഇരുന്നിരുന്ന് എന്താ ഇത് ഉള്ളിൽ നിന്ന് ദ്രവിപ്പിച്ചെന്ന് പറഞ്ഞു. പുറത്ത് പെയിന്റ് ഇരിക്കുന്നതുകൊണ്ട് കാണൂല. പുറത്ത് ആ പെയിന്റിൽ കൊമള വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ അറിയുള്ളൂ ഈ സാധനം ഇത്രയും പോയി എന്നുള്ളത്. അതേപോലെയാണ് ഈ ഉപ്പിന്റെ പ്രശ്നം. ഉപ്പ് നമ്മൾ അവിടെ ഇരുന്ന് പതുക്കെ ഇങ്ങനെ വ്യാപിക്കാൻ തുടങ്ങും. അപ്പോൾ അത് കടൽ തീരത്ത് താമസിക്കുന്ന ആൾക്കാർ അത് നോക്കണം. അതൊന്ന് തുടച്ച് വൃത്തിയാക്കിയാൽ മതി. ഇതേപോലെ ഒന്നരാടൊന്ന് വെള്ളം അടിച്ച് കളഞ്ഞ് ഒന്ന് തുടച്ച് നല്ല ഉണങ്ങിയ തുണി കൊണ്ടൊക്കെ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് കുറേയൊക്കെ തടയാനേ പറ്റുള്ളൂ. ഇപ്പോൾ വരേണ്ടത് എങ്ങനെയാണെന്ന് വരും. ഇപ്പോൾ നമ്മൾ എത്ര നോക്കിയെന്ന് പറഞ്ഞാലും ഇതേപോലെ നമ്മൾ കാണാത്ത ഏതെങ്കിലും ദ്വാരത്തിൽ കൂടെ കയറി. അതുകൊണ്ടാണ് സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങുമ്പോൾ പറയും കടൽ സൈഡിൽ കോസ്റ്റൽ റീജിയന്റെ അടുത്തുള്ള വണ്ടികളാണെങ്കിൽ പ്രത്യേകം നോക്കി വാങ്ങണം എന്ന് പറയും. അതെ, കാരണം നമ്മൾ കാണില്ല അതിന്റെ ഇത് എവിടെയാ ദ്രവിച്ചു തുടങ്ങിയെന്ന് കാണൂല. തുരുമ്പ് എവിടെയാ? ചിലപ്പോൾ ഷാസി തന്നെയായിരിക്കും തുരുമ്പുണ്ടാവുക. അതായത് പിന്നെ അതേപോലെ
ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മുടെ ലക്ഷ്യം വണ്ടി വൃത്തിയാക്കുക എന്നുള്ളത് ലുക്കിനേക്കാൾ ഉപരി വണ്ടി തുരുമ്പെടുക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ തുരുമ്പെടുക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെളി ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്യുക. അനാവശ്യമായിട്ട് വെള്ളവും ഇതും പാഴാക്കാണ്ട. അതെ, വെറുതെ സോപ്പും വെള്ളവും നഷ്ടമാണ്. പിന്നെ അതുപോലെ ഇപ്പൊ സ്ഥലമില്ലാത്ത സ്ഥലത്തൊക്കെയാണ്, ബാംഗ്ലൂർ പോലത്തെ സ്ഥലത്തൊക്കെയാണെങ്കിൽ ഇത് നടപടിയാവുന്ന കാര്യമില്ല. അതെ, പിന്നെ അതുമല്ല ഈ മഴക്കാലത്ത് വണ്ടി ലുക്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും നടപടിയാവില്ല. നമ്മൾ വണ്ടി എടുത്തോണ്ട് മഴയത്ത് ഇറങ്ങുന്നത് എത്ര കഴുകിയാലും. നമ്മളിപ്പോ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി വെച്ച് കഴിഞ്ഞാലും സാധനം കുറച്ച് കഴിയുമ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ മാത്രം ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് മഴക്കാലം. പിന്നെ വരേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും വന്നിരിക്കും. അപ്പോൾ ഒരു കാര്യം കൂടി, നമ്മൾ വൃത്തിയാക്കുന്നതിനെ കുറിച്ച്, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വണ്ടി വൃത്തിയാക്കേണ്ടത് പൊന്നന്റെ ഒരു അഭിപ്രായത്തിൽ? അതായത് ക്ലീനിങ്, എനിക്ക് പൊന്നന്റെ പ്രോസസ് പറ. ഞാൻ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം മറ്റേ വാഷർ വെച്ച് ഒരു റൗണ്ട് വെള്ളം അടിച്ച് പൊടിയും ചെളിയെല്ലാം അടിച്ച് കളയുക. അതായത് നമ്മുടെ മഡ് ഗാർഡിൻ്റെ ഉള്ളിലുള്ള ചെളിയും കട്ട പിടിച്ചിരിക്കുന്ന ചെളി അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്ത് പറ്റി പിടിച്ച പൊടിയെല്ലാം ആദ്യത്തെ ഒരു റൗണ്ട് അടിച്ച് കളയും. രണ്ടാമത്തെ റൗണ്ട് സോപ്പ് വെച്ച് ഇതാക്കി പതപ്പിച്ചെല്ലാം ഒരു 2 മിനിറ്റ് അടിച്ച് വെച്ചിട്ട് ഉരച്ച് എല്ലാം നല്ല രീതിയിൽ ഇതാക്കിയിട്ട്, അത് നല്ല രീതിയിൽ ചെളി ഇളക്കി എടുത്ത് നമ്മൾ നല്ല മറ്റേ നമ്മുടെ ആ ഗ്ലൗസ് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു സാധനമുണ്ട്. അതല്ലെങ്കിൽ മറ്റേ തുണി മറ്റേ ക്ലോത്ത് എന്തെങ്കിലും വെച്ച് പതയുടെ കൂടെ ഒപ്പം തന്നെ നല്ല വൃത്തിയാക്കി ഉരച്ച് ഇതാക്കുക. എന്നിട്ട് വെള്ളം അടിച്ച് പതയുള്ള ഭാഗങ്ങളെല്ലാം അടിച്ച് കളയുക. എന്നിട്ട് നമ്മൾ അടിച്ച ഇതെല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഇത് ഊറാൻ വെക്കണം. അതായത് ഇരുന്ന് ഈ വെള്ളം ഒന്നുകിൽ ആവിയായിട്ട് പോകണം, അല്ലെങ്കിൽ കുറച്ച് നേരം ഇരുന്നത് ഊറി പോകണം. അതൊക്കെ കുറേ ഇതുണ്ടാവില്ല. നമ്മൾ പിന്നീട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ വാക്യൂം ക്ലീനർ ഉള്ള ആൾക്കാരാണെങ്കിൽ വാക്യൂം ക്ലീനർ തിരിച്ച് പിടിച്ച് ചില ഈ ഇപ്പോൾ ഇടയിലെല്ലാം നമുക്ക് എത്താത്ത ഗ്യാപ്പുകളുണ്ടാവും, ഈ ഉണങ്ങാത്ത, അവിടെ അടിച്ച് ഞെക്കി പിടിച്ച് അടിച്ച് കാറ്റടിച്ച് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളം ആവിയായി പോകും, പെട്ടെന്ന് ആയി. എന്നിട്ട് വേണം തുടയ്ക്കാൻ. ഇനിയിപ്പോൾ വാക്യൂം ക്ലീനർ ഇല്ലാത്ത ആൾക്കാർ എന്താ പറയുക, വെയിലത്ത് വെക്കുക, അല്ലെങ്കിൽ വെയിലില്ലെങ്കിൽ എവിടെയെങ്കിലും നനയാതിൽ ആ വെള്ളം മുഴുവൻ വറ്റിപ്പോയിട്ട്, അതായത് അവിടെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ഈ വെള്ളം വെച്ചോണ്ടിരിക്കരുത് അവിടെ. ഇപ്പോൾ ചില സ്ഥലത്ത് തുള്ളിയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ മറ്റേ വട്ടത്തിൽ പാടി വീഴും. അതിന് അത്രയും വെക്കരുത്. ഒരു കുറച്ച് ഭൂരിഭാഷവും ഉണങ്ങിയെന്ന് കാണുന്ന സമയത്ത് ഒരു ഉണങ്ങിയ ടവല് നല്ല മൈക്രോ ഫൈബർ ക്ലോത്ത് എടുത്ത് തുടച്ച് വൃത്തിയാക്കി ഇതാക്കുക. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നല്ല മൊത്തം ഉണങ്ങിയെന്ന് കഴിയുമ്പോൾ വേണം പോളിഷിങ് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടി. നനവൊക്കെ പോയിന്ന് കണ്ടിട്ട്. 2 ചോദ്യം. എൻജിൻ ബേ എപ്പോഴാണ് വൃത്തിയാക്കുന്നത്? ഏത് എൻജിൻ ബേ? അത് ഈ പതപ്പിക്കുന്നതിൻ്റെ അത് സെപ്പറേറ്റ് ആയിട്ട് വേറെ ഞാൻ ബൈക്കിൻ്റെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത്. ഞാനത് ഇതിൻ്റെ കൂടെ പതപ്പിക്കുന്ന, നമ്മൾ അടിച്ചു കഴിഞ്ഞതിൻ്റെ കൂടെ തന്നെ പിന്നെ ആദ്യം എന്താന്ന് പറയുക, പെയിന്റ് ഭാഗങ്ങളെല്ലാം തുടച്ചിട്ട് ഞാൻ അതാണ് ചെയ്യല്. എന്നിട്ട് രണ്ടാമത് മറ്റേ എന്തെങ്കിലും ബ്രഷ് ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ഇപ്പോൾ മറ്റേ എഞ്ചിൻ ആയതുകൊണ്ട് ഫിൻസ് ഉണ്ട്, ഫിൻസിൻ്റെ ഇടയിൽ ഇട്ട് കഴുകി പിന്നെ മൊത്തത്തിലൊന്ന് തുടച്ചിതാക്കി. പിന്നെ നമ്മൾ എത്ര കഴുകിയെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പാടുകൾ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്കത് മറയ്ക്കാൻ പറ്റിയ കാര്യം എന്ന് പറയുമ്പോൾ, ഇതേപോലെ പോളിഷിങ് ചെയ്യുന്ന സമയത്ത് സിലിക്കോൺ സ്പ്രേ അല്ലെങ്കിൽ എൻജിൻ പോളിഷോ വെച്ച് ഇതാക്കി കഴിയുമ്പോൾ ആ പാട് മാറും. പിന്നെ എപ്പോഴും ചെയ്യാറില്ലല്ലോ. ഞാൻ എപ്പോഴും ചെയ്യാറില്ല. കാരണം എന്താണെന്ന് പറയുക, ഇപ്പോൾ ഈ മഴക്കാലത്ത് ചെയ്തിട്ട് കാര്യമില്ല. എൻജിൻ പോളിഷ് എങ്ങനെ എപ്പോഴാണ് ചെയ്യാറ്? അത് ഞാൻ പൊതുവെ വെയിലുള്ള സമയത്താണ് ചെയ്യല്. എല്ലാ വട്ടം ചെയ്യില്ലല്ലോ. ഞാൻ അല്ല, കാരണം ഇപ്പം എന്താ ചെയ്യാത്തതെന്ന് പറയുക, മഴ സമയത്ത് ചെയ്തിട്ട് കാര്യമില്ല. ഒരു 2-3 ദിവസം നിൽക്കും ചിലപ്പോൾ. അത് കഴിയുമ്പോൾ ചെളി പിടിച്ച് ഇത് അതിന് അങ്ങനത്തെ ഒരു ഇതും കൂടെ ഉണ്ട്, ഈ മറ്റേ സിലിക്കോണിൻ്റെ ഇതിന് അതിനൊരു പശ പോലത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇത് പറ്റിപ്പിടിച്ചിരിക്കും. ഈ രണ്ടാമത് ഞാൻ ചോദിക്കാൻ ചോദ്യം ഇതായിരുന്നു, നമ്മൾ വണ്ടി എന്തായാലും സോപ്പൊക്കെ ഇട്ട് കഴുകുമ്പോൾ എന്തായാലും നമ്മുടെ ചെയിനകത്ത് വരുമല്ലോ. അപ്പോൾ കഴുകുന്ന സമയത്ത് പൊന്നെ ചെയിൻ അങ്ങനെ എപ്പോഴും ലൂബ് ചെയ്യാറില്ലല്ലോ. ഞാനിപ്പോൾ എല്ലാ വട്ടം കഴുകുമ്പോൾ ഞാനിപ്പോൾ ചെയിൻ ഞാൻ കഴിഞ്ഞ ദിവസം ഇത് എക്സ്പൾസ് കഴുകിയപ്പോൾ എൻ്റെ ഒട്ടും ഇതും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അതിന്റെ കൂടെ തന്നെ ചെയിൻ മൊത്തം കഴുകി. എന്നിട്ട് മൊത്തം എനിക്കിപ്പോ ലൂബ് ചെയ്യാൻ സമയമാണ്. ഞാൻ ഒന്ന് 2 മാസം കണ്ടായി ചെയിൻ ലൂബ് ചെയ്തിട്ട്. പക്ഷെ വണ്ടിയിൽ നല്ല നിൽക്കുന്നുണ്ട്. അതെ, ഞാൻ അന്ന് അടിച്ചതിൽ കുറെ കണ്ടമാനം അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്തേലും. പക്ഷെ എൻ്റെ വണ്ടിയിൽ ഞാനത് 2 വട്ടം വണ്ടി അതിൻ്റെ ഇടയിൽ കഴുകുകയും ചെയ്തു. ചെയിന് അടിച്ച് കഴുകലും ഉള്ളതാണ്. അത് കഴുകിയിട്ട് ഇപ്പോഴും ലൂബ് അതിൻ്റെ സൈഡിലിരിപ്പുണ്ട്. ആകെ ചില ഭാഗത്ത് മാത്രം തുരുമ്പ് ഇങ്ങനെ ചെറുതായിട്ട് കാണാൻ തുടങ്ങി. ബാക്കി ആ ഓറിഞ്ചിലെല്ലാത്തിലും ലൂബ് ഇരിപ്പുണ്ട്. പിന്നെ അതല്ല, ഞാൻ പിന്നെ അതാണ് മറ്റേ പോളിയോളിൻ്റെ കിട്ടിയതിന് ശേഷം
ഒന്നാമത് ഇതിനെപ്പറ്റി അധികം ശ്രദ്ധിക്കാറില്ല. പിന്നെ എന്തെങ്കിലും ചെയിൻ്റെ അടിയിൽ നിന്ന് ശബ്ദം കേൾക്കുമ്പോൾ മാത്രമാണ് ലൂബ് ചെയ്യാറുള്ളൂ. അതിപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ പഴയതായതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. കുറച്ച് കാലം ഓടിച്ചു കഴിയുമ്പോൾ മറ്റേ ഇതിൽ സ്ലാക്ക് കൂടുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ചെയിൻ മാറ്റാനുള്ള സമയം കൂടെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാകുമ്പോഴാണ് ഞാൻ ഇതെല്ലാം ചെയ്യൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ആദ്യം വെള്ളമടിക്കുക, പതപ്പിക്കുക, തേച്ചുരച്ച് കഴുകുക, എൻജിൻ അതിൻ്റെ കൂടെ തന്നെ ബോഡിയെല്ലാം കഴുകിയതിന് ശേഷം, അല്ലെങ്കിൽ നമ്മൾ എൻജിനിൽ ഉരച്ചിട്ട് പിന്നെ ബോഡിയിൽ ഇട്ട് കഴിഞ്ഞാൽ പെയിൻറ്റിൽ വര വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ പെയിൻറ്റ് ഭാഗങ്ങളെല്ലാം ആദ്യമേ നല്ല തുണി കൊണ്ട് ചെളിയില്ലാത്ത ഭാഗങ്ങൾ തുടച്ചിട്ട് വേണം ചെളിയുള്ള ഭാഗങ്ങളിലേക്ക് പോകാൻ. എന്നിട്ട് എൻജിൻ നല്ല വൃത്തിയാക്കുക, ഉരച്ച് കഴുകിയതിന് ശേഷം തിരിച്ച് വെള്ളം അടിക്കുന്നു, മൊത്തത്തിൽ കഴുകിയതാക്കിയതിന് ഉണങ്ങാൻ വെക്കുന്നു. വാക്യൂം ഉണ്ടെങ്കിൽ വാക്യൂം ചെയ്ത് വെള്ളം കുടുങ്ങിയുന്ന ഇടയിൽ കുടുങ്ങിയുന്ന വെള്ളം എല്ലാം അടിച്ച് പുറത്ത് കളയുന്നു. എന്നിട്ട് ഒരു ഉണങ്ങിയ തുണി കൊണ്ട് നല്ല തുടച്ച് വൃത്തിയാക്കി എല്ലാം ഇതായി കഴിഞ്ഞ് മൊത്തം നനവും പോയിന്ന് കഴിഞ്ഞ് അത് വേണം പോളിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ പോളിഷ് ചെയ്യാൻ വേണ്ടി. പിന്നെ വേറൊരു ഇതെന്താന്ന് പറഞ്ഞാൽ ഇത്, അതായത് ഈ സമയത്ത് വേണമെങ്കിൽ മറ്റേ സെറാമിക് കോട്ടിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ ഈ പെയിൻറ്റിൻ്റെ ഭാഗങ്ങളിൽ ഈ വെള്ളം തുള്ളി എന്നിട്ട് ചെളി പിടിച്ചിരിക്കുന്ന പ്രശ്നം ഒഴിവാകും. പക്ഷെ പൊടി എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഹിമാലയനിൽ ഇപ്പോഴും മറ്റേ സെറാമിക് കോട്ടിംഗ് ഉണ്ടോ? എൻ്റെ അതൊന്ന് ഏകദേശം തീർന്ന മട്ടാണ്. പക്ഷെ നമ്മൾ അടിച്ചിട്ട് 2 വർഷമായോ? 2 വർഷം 1.5 വർഷം കണ്ടോ. ഞാൻ ഇന്ന് ജിമ്മ് കഴിഞ്ഞ് വന്നപ്പോൾ ഇതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനൊരു ഇത് പറയണം. നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. അല്ല, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല, അല്ല നല്ലൊരു സാധനമായിരുന്നു അത്. അല്ല, അത് നല്ലത്. എത്ര 1500 രൂപ ഉള്ളൂ. 1500 രൂപയ്ക്ക് അവർ കമ്പനി ഇപ്പോഴും ഉണ്ട്. അവർക്ക് ഇതൊക്കെ ഇടാറുണ്ട്. അത് പിന്നെ നമ്മുടെ ബൈക്കിൽ കുറച്ചുണ്ടായിരുന്നുള്ള അധികം ചെയ്യേണ്ടി വന്നില്ല. ഇനി വേണമെങ്കിൽ നിന്റെ വണ്ടിയിൽ സാധനങ്ങളെല്ലാം ഊരിയിട്ട് എൻ്റെ ടാങ്ക് മാത്രമേ ഉള്ളൂ പെയിന്റ്, ബാക്കിയെല്ലാം പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു അല്ലേ. അപ്പം അതിൽ നമുക്ക് ചെയ്ത് നോക്കാം. മറ്റേ പെട്ടെന്ന് ഇപ്പം മൈൻഡിൽ വന്നതാ, നേരത്തെ ഇതിൻ്റെ കാര്യം പറഞ്ഞു, സിലിക്കോൺ സ്പ്രേയുടെ കാര്യം. അതൊരു നല്ല, പ്രത്യേകിച്ച് പുതിയ വണ്ടിയല്ല, നമ്മുടെ വീട്ടിലുള്ള ഭൂരിപക്ഷം പഴയ വണ്ടികളാണ്. അതായത് 3 കൊല്ലത്തിന് മേലെ പ്രായമുള്ള, 5 കൊല്ലത്തിന് മേലെ ഇതുള്ള വണ്ടികളാണ് കൂടുതലും. അപ്പോൾ ആ ഒരു സാധനം ഇങ്ങനത്തെ പഴയ വണ്ടികൾക്ക് ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ്, നല്ല യൂസ് ആണ്. അപ്പോൾ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ പലർക്കും അത് എന്താന്ന് പോലും മനസ്സിലാവില്ല. അത് സിലിക്കോൺ സ്പ്രേയുടെ ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മൾട്ടിപർപ്പസ് മറ്റേ WD-40 പോലത്തെ ഒരു സാധനമാണ്. അല്ല, അതിൽ ഗ്രീസായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ചില സ്ഥലത്ത് ലൂബായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ച് എൻ്റെ എസ്റ്റീമിന് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ജനൽ ഒരിക്കലും പൊന്തില്ലായിരുന്നു, പകുതിയിലൊക്കെ നിൽക്കും. പിന്നെ നമ്മൾ കൈ പിടിച്ച് ഇങ്ങനെ പൊക്കണമായിരുന്നു. ആ സാധനം അടിച്ചതിന് ശേഷം അത് മാറി. അതിപ്പോഴും കുഴപ്പമില്ലല്ലോ. ഇപ്പോഴും കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ ഇതായിട്ടുണ്ട്, അത് ലൂബ് ചെയ്ത് കൊടുക്കണം, നമ്മൾ സമയത്ത് ചെയ്ത് കൊടുക്കണം. പിന്നെ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെതർ പ്രൊട്ടക്ഷൻ ആയി ആ സാധനം അതിന്റെ റബ്ബർ ഇതാവും. ഇത് റബ്ബറിനെ റീജുവിനേറ്റ് ചെയ്യും, പ്ലാസ്റ്റിക്കിനെ റീജുവിനേറ്റ് ചെയ്യും. പിന്നെന്താ, ഇതേപോലെ എൻജിൻ ഇതിലടിച്ചു കഴിഞ്ഞാൽ ചൂടുള്ള സ്ഥലത്ത് അടിച്ചാൽ ഇത് നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ കമ്പനിയിൽ നിന്ന് എങ്ങനെ വന്നോ അതേപോലെ ഉണ്ടാവും. കറുപ്പ് എൻജിനിലുണ്ടാകും. കാരണം അത് ചൂടായി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച വരെയൊക്കെ നല്ല തിളക്കത്തിൽ നിൽക്കും. പിന്നെ പതുക്കെ ഫെയ്ഡാകാൻ തുടങ്ങും. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുക, ചൂട് കൂടുകയും കുറയാൻ സംഭവിക്കുന്ന. പക്ഷേ ആ സിലിക്കോൺ സ്പ്രേക്ക് അങ്ങനെ ഒരു ഗുണം. പിന്നെ വേറെ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ ഈ സാധനം ടോക്സിക് ആയിട്ടുള്ള, നമുക്ക് വേറെ ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല, നോൺ ടോക്സിക് ആയിട്ടുള്ളൊരു സാധനം. ബാക്കിയുള്ള പോളിഷുകൾ നോക്കിയാൽ എല്ലാത്തിലും മറ്റേ കാർസിനോജനറ്റിക് എന്തോന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ, ക്യാൻസർ വരുത്തുന്ന കെമിക്കലുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഇത് ലേബലുണ്ടാവും. ഇതിനാ കുഴപ്പമില്ല. പിന്നെ വേറെ ഇതെന്തെങ്കിലും ഇതേപോലെ നമ്മൾ റബ്ബർ ബൂട്ടുകൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരുന്ന സാധനത്തിലൊക്കെ ഇതാക്കി കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ അത് റബ്ബറിന് അതിനെ തിരിച്ചു കൊണ്ടിരുത്താൻ പറ്റും. അതായത് ഇപ്പൊ പഴയ വണ്ടികളിലൊക്കെ സെയർ കിട്ടാൻ തന്നെ ഭയങ്കര പാടായിരിക്കും. അതെ, അപ്പൊ ഉള്ള സാധനത്ത് നമുക്ക് ഒന്ന് കുറച്ചും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് അതിന്റെ പ്ലാസ്റ്റിക് പീസുകളിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല തിളങ്ങി നിൽക്കും. തീർച്ചയായിട്ടും അത് ഇങ്ങനെ വീട്ടിലിരുന്ന് ചെയ്യുന്ന വണ്ടി കുറച്ചുകൂടെ ഭംഗിയായിട്ട് നിർത്താൻ ചിന്തിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും നല്ലൊരു കാര്യമാണ് ആ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ WD-40 വല്ല കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഗുണം ചെയ്യുന്ന ഒരു കാര്യം. അതുകൊണ്ട് വേറെ ദോഷമൊന്നും ഉണ്ടാകുന്നില്ല, എങ്ങനെ നോക്കിയാലും ഗുണമാണ്. അതുകൊണ്ട് അത് നമ്മൾ ഏതിൻ്റെയായിരുന്നു യൂസ് ചെയ്യുന്നത്? എനിക്ക് ഏതിൻ്റെയാണെന്ന് ഓർമ്മയില്ല. ആമസോണിലൊരു സ്പ്രേ അടിച്ചു, അതാണ് വാങ്ങിയത്. ഒരു മഞ്ഞ കുപ്പിയാന്ന് എനിക്ക് ഓർമ്മയുടെ പേര്. ഈ മഞ്ഞ കുപ്പി തന്നെ WD-40 സിലിക്കോൺ സ്പ്രേ ഉണ്ട്, പക്ഷേ ഇന്ത്യയിൽ കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സിലിക്കോൺ സ്പ്രേ ഏതായാലും മറ്റേ ഇതിൻ്റെ ഒക്കെ ഉണ്ട്, എൻ്റെ റൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ഉണ്ട്. സിലിക്കോൺ സ്പ്രേ നോക്കിയാൽ മതി, അതിന് എല്ലാ ഇത് തന്നെ ഒരേ സാധനം തന്നെയായിരിക്കും. അപ്പോൾ കാർ കഴുകാൻ തുടങ്ങിയതാണ്, പറഞ്ഞില്ലേ നമ്മളെ 2 ആഴ്ച കൂടുമ്പോൾ കഴുകിയാൽ മതി. എന്നും കഴുകി കുളിപ്പിച്ച് കുട്ടി ഇല്ലാണ്ടാക്കണ്ട. അതെ. അപ്പോൾ വേറെ ഒന്നുമില്ലല്ലോ. ഇല്ല. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അടുത്ത ഒരു
അടുത്തൊരു അധ്യായത്തിൽ കാണാം. ഇതേപോലെ എന്തെങ്കിലും ചിന്താ വിഷയങ്ങളായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.